Draw the parallelogram below with the given measures. Calculate the other 3 angles. അതായത് തന്നിട്ടുള്ള പാരലലോഗ്രാം വരയ്ക്കണം, എന്നിട്ട് മറ്റ് 3 ആംഗിൾസ് കണ്ടുപിടിക്കണം. അത് നമുക്ക് ഈ പാരലലോഗ്രാമിനെ ABCD എന്ന് നെയിം ചെയ്യാം. ആദ്യം നമുക്ക് AB എന്ന സൈഡ് വരയ്ക്കാം. AB 5 cm ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. സോ നമുക്കൊരു റൂളർ വെച്ചിട്ട് 5 cm ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് AB എന്ന് നെയിം ചെയ്യാം. ഇനി നമുക്ക് AD എന്ന ലൈൻ വരയ്ക്കാം. AD എന്ന ലൈന് എയിൽ നിന്ന് 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈനാണ്. സോ നമുക്ക് എയിൽ നിന്ന് 60 ഡിഗ്രി ആംഗിളുള്ള ഒരു ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി പ്രൊട്ടാക്ടർ എടുക്കാം. പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ എയിലും പ്രൊട്ടാക്ടറിൽ 0 AB എന്ന ലൈനിലും വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. ഇനി 0യിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 20, 40, 60 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്നും പ്രൊട്ടാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 60 ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ കിട്ടി. പക്ഷേ ഈ ലൈനിൽ D എവിടെയാണെന്ന് നമുക്കറിയില്ല. D എയിൽ നിന്നും 3 cm ലെങ്ത്തിലാണുള്ളത്. സോ നമുക്കൊരു റൂളർ വെച്ചിട്ട് എയിൽ നിന്നും 3 cm മെഷർ ചെയ്തിട്ട് ഈ ലൈനിൽ ഒരു പോയിൻ്റ് ഇടാം. ആ പോയിൻ്റാണ് D. ഇപ്പോൾ നമുക്ക് പാരലലോഗ്രാമിൻ്റെ 2 സൈഡ്സ് കിട്ടി. അതായത് AB എന്ന സൈഡും കിട്ടി, AD എന്ന സൈഡും കിട്ടി. ഇനി DC എന്ന സൈഡും BC എന്ന സൈഡ് കൂടി വരയ്ക്കണം. DC എന്ന സൈഡ് AB എന്ന സൈഡിന് പാരലലാണ്. സോ നമുക്ക് AB എന്ന സൈഡിന് പാരലലായിട്ട് Dയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് സെറ്റ് സ്ക്വയർ എടുക്കാം. ഈ റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെ 90 ഡിഗ്രി വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ വരുന്ന ഭാഗത്തിലെ ഒരു സൈഡ്, പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒരു സൈഡ് ABയിൽ വയ്ക്കാം. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളറും വയ്ക്കാം. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഈ റൂളറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യാം. എന്നിട്ട് D എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് Dയിലൂടെ ലൈൻ വരയ്ക്കാം. ഈ ലൈന് ABക്ക് പാരലലായിരിക്കും. ഇനി നമുക്ക് BC എന്ന സൈഡ് വരയ്ക്കണം അല്ലേ? BC എന്ന സൈഡ് AD എന്ന സൈഡിന് പാരലലാണ്. സോ നമുക്ക് ഒരു സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു സൈഡ് ADയിൽ വയ്ക്കാം. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ റൂളറും വയ്ക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ നീക്കാം. എന്നിട്ട് Bയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് Bയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് ADക്ക് പാരലലായിരിക്കും. ഈ 2 പാരലൽ ലൈൻസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് C. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം ABCD കിട്ടി. ഇനി നമുക്ക് മറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാം. അതായത് ആംഗിൾ D, ആംഗിൾ C, ആംഗിൾ B കണ്ടുപിടിക്കാം. ആംഗിൾ Aയും ആംഗിൾ Dയും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? അതായത് AB, DC എന്നീ 2 പാരലൽ ലൈൻസിനെ AD എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ Aയും ആംഗിൾ Dയും. നമുക്കറിയാം കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ A എത്രയാണ് തന്നിട്ടുള്ളത്? 60 ഡിഗ്രിയാണ് അല്ലേ? സോ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ D കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഈ പ്ലസ് 60 ഡിഗ്രിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 60 ഡിഗ്രി ആകും. സോ ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 120 ഡിഗ്രി ആണല്ലേ? സോ ആംഗിൾ D ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ Aയും ആംഗിൾ Cയും ഈക്വലാണ്. കാരണം അവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമുക്കറിയാം ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. ആംഗിൾ A 60 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ Cയും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ Dയും ആംഗിൾ Bയും ഈക്വലാണ്. കാരണം അവ പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമുക്കറിയാം ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ D 120 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ Bയും 120 ഡിഗ്രി ആയിരിക്കും. The top and bottom blue lines in the figure are parallel. Find the angle between the green lines. അതായത് താഴെ തന്നിട്ടുള്ള ബ്ലൂ ലൈൻസ് പാരലലാണ്. ഗ്രീൻ ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ AOB എന്ന് മാർക്ക് ചെയ്യാം. ഇനി Oയിലൂടെ ബ്ലൂ ലൈൻസിന് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് നമുക്ക് CD എന്ന് നെയിം ചെയ്യാം.
ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? ആംഗിൾ എ ഒ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ സിയും കൂടി ചേർന്നാണ്. സോ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ആണ് അല്ലേ? അതേപോലെ ഈ ബ്ലൂ ലൈൻസിന് നമുക്ക് ഇ എഫ് ജി എച്ച് എന്ന് നെയിം ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ഒ ബി ആണ് അല്ലേ? ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ സിയും കൂടി ആഡ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചിട്ട് അവ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആംഗിൾ എ ഒ ബി കിട്ടും. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാകും ആംഗിൾ എ ഒ സിയും ആംഗിൾ എഫ് എ ഒയും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. കാരണം ഇ എഫ് സി ഡി എന്നീ രണ്ട് പാരലൽ ലൈൻസിനെ എ ഒ എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ എ ഒ സിയും ആംഗിൾ എഫ് എ എയും. നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ് എ ഒ. സോ ആംഗിൾ എ ഒ സി എന്തായിരിക്കും? എഫ് എ ഒ. ആംഗിൾ എഫ് എ ഒ എത്രയാണ്? 40 ഡിഗ്രിയാണ് അല്ലേ? സോ ആംഗിൾ എ ഒ സിയും 40 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ ബി ഒ സിയും ഈ ആംഗിൾ ബി ഒ സിയും ആംഗിൾ ഒ ബി എച്ചും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലേ? കാരണം സി ഡി ജി എച്ച് എന്നീ രണ്ട് പാരലൽ ലൈൻസിനെ ഒ ബി എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ബി ഒ സിയും ആംഗിൾ ഒ ബി എച്ചും. സോ ദേ ആർ ഈക്വൽ. സോ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി എച്ച്. ആംഗിൾ ഒ ബി എച്ച് എത്രയാണ്? 50 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. സോ ആംഗിൾ ബി ഒ സിയും 50 ഡിഗ്രിയാണ് അല്ലേ? സോ ഇനി നമുക്ക് ആംഗിൾ എ ഒ ബി കണ്ടുപിടിച്ചൂടെ? സോ ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ സി ആണ്. ആംഗിൾ എ ഒ സി എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 ഡിഗ്രി ആയിരുന്നു. പ്ലസ് ആംഗിൾ ബി ഒ സി 50 ഡിഗ്രിയുമായിരുന്നു. ദാറ്റ് ഈസ് 90 ഡിഗ്രിയാണ് എന്ത്? ആംഗിൾ എ ഒ ബി. In the figure, the pair of lines slanted to left are parallel and also the pair of lines slanted to right. Draw this figure. അതായത് റൈറ്റിലേക്ക് സ്ലാൻഡ് ചെയ്തിട്ടുള്ള രണ്ട് ലൈൻസും പാരലലാണ്. അതേപോലെ ലെഫ്റ്റിലേക്ക് സ്ലാൻഡ് ചെയ്തിട്ടുള്ള രണ്ട് ലൈൻസും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫിഗറിനെ എ ബി സി ഡി ഇ എന്ന് നെയിം ചെയ്യാം. ആദ്യം നമുക്ക് 2 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ബി ഡി വരയ്ക്കാം. അതിനു വേണ്ടി ഒരു റൂളർ എടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതിന് ബി ഡി എന്ന് നെയിം ചെയ്യാം. തന്നിട്ടുള്ള ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ ബി ഡിക്ക് പെർപെൻഡിക്കുലറായിട്ട് ബിയിലൂടെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് ഈ 40 ഡിഗ്രിയെ 20 ഡിഗ്രി 20 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? സോ നമുക്ക് ബി ഡിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതിനു വേണ്ടി ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം, റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ബി ഡിയിലും വെക്കാം. എന്നിട്ട് ബിയിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇനി ഈ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ റൈറ്റിലേക്ക് 20 ഡിഗ്രി ആംഗിളുള്ള ലൈൻ വരച്ചാൽ നമുക്ക് ബി സി കിട്ടും. പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ലെഫ്റ്റിലേക്ക് 20 ഡിഗ്രി ആംഗിൾ വരച്ചാൽ നമുക്ക് എ ബിയും കിട്ടും. ആദ്യം നമുക്ക് എ ബി വരയ്ക്കാം. അതിനുവേണ്ടി ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിലും പ്രൊട്രാക്ടറിലെ 0 പെർപെൻഡിക്കുലർ ലൈനിലും വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. എന്നിട്ട് 20 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 10, 20 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ബിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 20 ഡിഗ്രി ആംഗിളുള്ള ലൈൻ കിട്ടി. ഇതാണ് എ ബി എന്ന ലൈൻ. ഇനി നമുക്ക് ബി സി എന്ന ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി പെർപെൻഡിക്കുലർ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ പ്രൊട്രാക്ടർ വയ്ക്കാം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിലും പ്രൊട്രാക്ടറിലെ 0 പെർപെൻഡിക്കുലർ ലൈനിലും വരുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. എന്നിട്ട് 20 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് 0, 10, 20 വരുന്നത് ഇവിടെയാണ്. സോ നമുക്ക് അവിടെ ഒരു പോയിൻ്റ് ഇടാം. ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെച്ച് ബിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ബി സി എന്ന ലൈൻ കിട്ടി. ഇനി നമുക്ക് സി ഡി എന്ന ലൈൻ വരയ്ക്കാം അല്ലേ? സി ഡി എന്ന ലൈന് എ ബിക്ക് പാരലലാണ്. സോ എ ബിക്ക് പാരലലായി ഡിയിലൂടെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് സി ഡി കിട്ടും. സോ അതിനു വേണ്ടി നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയർ എടുക്കാം. റൈറ്റ് ആംഗിൾ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് എ ബിയിലും
മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ റൂളറും വെക്കാം. എന്നിട്ട് ഈ റൂളറിൻ്റെ സൈഡിലൂടെ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഡിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈന് എ ബിക്ക് പാരലലായിരിക്കും. ഈ ലൈന് നമ്മൾ നേരത്തെ വരച്ച ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സി. ഇനി നമുക്ക് ഡി ഇ എന്ന ലൈൻ വരയ്ക്കാം. ഡി ഇ എന്ന ലൈന് ബി സിക്ക് പാരലലാണ് അല്ലേ? സോ ബി സിക്ക് പാരലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. അതിനു വേണ്ടി ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് ബി സിയിൽ വെക്കണം. ഈ സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ ഒരു റൂളർ വെക്കണം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ ഈ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തിട്ട് ഡിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഡിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കണം. ഈ ലൈന് നമ്മുടെ ബി സിക്ക് പാരലലായിരിക്കും. സോ ഇതാണ് ലൈൻ ഡി. അപ്പോൾ നമ്മൾ എല്ലാ ലൈൻസും വരച്ചു. സോ ഫിഗർ കംപ്ലീറ്റ് ആയി. പക്ഷേ നമുക്ക് ഇതിൽ എയും ഇയും കൂടി മാർക്ക് ചെയ്യണം അല്ലേ? എയും ഇയും സിയുടെ അതേ ലെവലിലാണ്. സോ ബി ഡിക്ക് പാരലലായി സിയിലൂടെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് എയും ഇയും കൂടി മാർക്ക് ചെയ്യാം. സോ നമുക്ക് ബി ഡിക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതിനു വേണ്ടി ഒരു സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് ബി ഡിയിലും സെറ്റ് സ്ക്വയറിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിലും ഒരു റൂളറും വെക്കാം. എന്നിട്ട് റൂളറിൻ്റെ സൈഡിലൂടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സിയിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് സിയിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാം. ഈ ലൈന് ബി ഡിക്ക് പാരലലായിരിക്കും. ഈ ലൈന് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും എയും ഇയും. സോ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി.